ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് സാങ്ച്വറിയിൽ കുടിൽ കെട്ടി, അവിടെ കുടിൽ കെട്ടാൻ വയ്യാത്ത കുടി പറ്റിയ ആദിവാസികളുണ്ടല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ആദിവാസി സംഘടന മുത്തങ്ങയിൽ കുടി കെട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആദിവാസി സംഘടന അവിടെ വീണ്ടും ഒരു കുടിൽ കെട്ടൽ സമരമായിട്ട് പോയിട്ടുണ്ടോ? നല്ല സത്യം. ഈ സത്യങ്ങൾ ഇരുന്നിട്ടും 21 വർഷമായിട്ട് പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ്. ഞാനാണെങ്കിൽ ഡൽഹിക്കും പോയി. പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല. ഇന്നലെ ഇത് തന്നെ ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് പറയാൻ കാരണം, ഒന്ന്, നയനാർ നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണം. എന്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി, അന്ന് വാജ്പേയിയുടെ ഗവൺമെന്റാണ്, കേന്ദ്ര ഗവൺമെന്റ്, ആ CBI എൻക്വയറിയുടെ വിശദാംശങ്ങൾ ജനസമക്ഷം നൽകണം. ഇത് രണ്ട് മാത്രമാണ് എന്റെ അക്ഷരത്തിൽ. മറ്റൊന്നും പറയാനല്ല ഞാൻ വിളിച്ചു കൂട്ടിയത്. എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അവിടെ നടന്നെന്നാൽ എനിക്കറിയാമല്ലോ. അവിടെ എന്റെ ഗവൺമെന്റ് ചെയ്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇലക്ഷൻ ജയിച്ച പ്രകാശാനന്ദ ഇസ്ലാമികൾക്കും കൂട്ടർക്കും അധികാരം കൈമാറണമെന്നുള്ള ജഡ്ജ്മെന്റിന് എനിക്കറിയാം. ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കാണ്. മൊത്തത്തിൽ ഇന്നലെ LDFന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ 21 വർഷമായി കേരളത്തിൽ അന്നത്തെ ആക്ഷനെക്കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വസ്തുക്കൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടാരെങ്കിലും. ഞാൻ എന്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് മറുപടി പറയാറില്ലല്ലോ. ഞാൻ അവസാനം എന്നോട് ഒരുപാട് ആലോചിച്ച് മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ ഇന്നലത്തെ പ്രൊവക്കേഷനോട് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് പറയാൻ ആലോചിച്ചത്. അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ ചില വിവാദങ്ങളെക്കുറിച്ച് ഞാൻ പറയും. ഞാൻ ഇന്നലെ ചർച്ച കേക്ക് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഒഴിഞ്ഞു മറന്നില്ല. പക്ഷേ ഇന്നലത്തെ ചർച്ച ഞാൻ പറഞ്ഞു. മാറാടിനെ കുറിച്ചും എന്റെ കാലത്ത് ജുഡീഷ്യൽ എൻക്വയറി വെച്ചിട്ടുണ്ട്. ആ ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ട് ഈ ഗവൺമെന്റിലുണ്ട്. എന്താണ് മാറാട് നടന്നത് ആ റിപ്പോർട്ടും പുറത്തുവിടും. എന്റെ അഭ്യർത്ഥന താങ്കൾക്ക് എന്റെ കാലത്ത് നടന്നുള്ള ഇതെല്ലാം ഇതുപോലുള്ള ആക്ഷൻസ് എല്ലാം ദുഃഖം ചെയ്യും. പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട്. കടമ നിർവഹിക്കേണ്ടി വരും. അധികാരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടക്കാൻ പോകില്ലേ? പമ്പ മുതൽ മരക്കൂട്ടം വരെ വനിതകളെ കൊണ്ടുപോയി നടത്തിയ ആൾക്കാരല്ലേ. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അത്രയും വിവാദങ്ങളിലേക്ക് പോകണ്ട. ഞാൻ ഏതായാലും ഇന്ന് ഞാൻ പറയാം.
എന്നെ പ്രൊവോക്ക് ചെയ്യേണ്ട സുഹൃത്തെ, താങ്കളുടെ രാഷ്ട്രീയ ആവശ്യമായിരിക്കും. പത്രക്കാരന് അപ്പുറത്തുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങൾക്കേ പറയുന്നുള്ളൂ. ആ നടപടികളിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ നയനാർ നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് CBIയുടെ എൻക്വയറി റിപ്പോർട്ടുണ്ട്. അത് രണ്ടും വായിച്ചു നോക്കുക. അതിലെ കുസൃതി എനിക്ക് മനസ്സിലായി. ഞാനത് ഉത്തരം പറയുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ അവസാനത്തെ പ്രശ്നമാണ്. പക്ഷേ ഇന്നലെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി ഇന്നലെ പോലീസിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അതിശക്തമായ മറുപടി പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്.